ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 15ആയി. 60-ലധികം പേർക്ക് പരിക്ക്. അപകടം കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ചരക്ക് തീവണ്ടി ഇടിച്ചു കയറി. 3 ബോഗികൾ പൂർണ്ണമായും തകർന്നു. രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്ന് റെയിൽവേ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം ബീഹാറിൽ നിന്ന് 6 ചെക്കുകൾ കൂടി കണ്ടെടുത്തു. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസ്. കൊല്ലത്തിന്റെ ദീർഘകാല സ്വപ്നം സഫലം. തുറമുഖത്ത് ഇമിഗ്രേഷൻ പോയിന്റിന് കേന്ദ്ര അനുമതി. വിദേശ കപ്പലുകൾക്ക് ഇനി തടസ്സങ്ങളില്ലാതെ നങ്കൂരമിടാം. കൊല്ലത്ത് 10 വയസ്സുകാരിയെ മർദ്ദിച്ചതിൽ പിതാവ് അറസ്റ്റിൽ. പിടിയിലായത് കേരളപുരം സ്വദേശി ഷിബു ഭാര്യ പിതാവിനെ തള്ളിയിട്ട് കൊന്ന കേസിലെ പ്രതി. മർദ്ദനമേറ്റ കുട്ടി കേസിലെ ഏക ദൃക്സാക്ഷി. ബിലീവേഴ്സ് ചർച്ചിന് പുതിയ അധ്യക്ഷൻ. ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസ് പുതിയ എപ്പിസ്കോപ്പ. തെരഞ്ഞെടുപ്പ് നടന്നത് കുറ്റപ്പുഴയിൽ നടന്ന സിനഡ് യോഗത്തിൽ. യൂറോ കപ്പിൽ ഇന്ന് 3 പോരാട്ടങ്ങൾ. മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് ഇന്ന് ആദ്യ മത്സരം. T20 ലോകകപ്പിൽ പപ്പുവ ന്യൂഗിനിയ ന്യൂസിലാൻഡ് പോരാട്ടം. മത്സരം രാത്രി 8-ന് തൗരംബയിൽ.